നമസ്കാരം, വീണ്ടും സ്വാഗതം. ഇന്ന് എൻ്റെ അന്നുമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഈവനിങ്ങിൽ ചെറിയൊരു പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം, കുറേ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കുട്ടികളെയും കൊണ്ടിട്ട് വൈകുന്നേരം. അവളുടെ പാസരം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പൊട്ടിക്കിടക്കായിരുന്നു. അപ്പോൾ വിചാരിച്ചു ബർത്ത്ഡേക്ക് നന്നാക്കി കൊടുക്കാമെന്ന് കരുതി. ഇങ്ങനെ ഇവിടെ തന്നെ ഉള്ളൊരു കടലായിലൊരു കടയിൽ പോയിട്ട് അത് വാങ്ങിച്ചു. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, പായസം ഉണ്ടാക്കണം എന്ന് കരുതുന്നുണ്ട്. പിന്നെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കണം. പിന്നെ അവൾക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് കുറച്ച് ആൾക്കാർ, ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടത് അവൾ തന്നെ വാങ്ങിക്കോട്ടെ നേരിട്ട് അങ്ങനെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന പരിപാടികൾ. സത്യം പറയാലോ, നേരം വൈകുന്നതോറും എനിക്ക് പേടിയാണ്. വേറെ ഒന്നുമല്ല, ചെന്നിട്ട് വേണമെങ്കിൽ എനിക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ് അടപ്പായസം. സേമിയ വലിയൊരു ഇഷ്ടമല്ല. അതിങ്ങനെ അതിൻ്റെ ആ നൂലിങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും അവർ. എനിക്കാണെങ്കിൽ ചെറിയൊരു തട്ടിക്കുട്ടി ഡെക്കറേഷനാണ് നടത്തിയിട്ടുള്ളത് ബർത്ത്ഡേൻ്റെ. എല്ലാവരോടും നല്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. മൂത്തേടത്തുനിന്ന് കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേക്കപ്പ് അവർ മൊത്തത്തിൽ അങ്ങോട്ട് ഏറ്റെടുത്തു. അതുകൊണ്ട് ഒരു ജോലി ഭയങ്കരമായിട്ട് ലാഭമായിട്ടോ. ചുണ്ണിക്ക എൻ്റെ നാട്ടിൽ വന്ന സമയത്ത് കൊണ്ടുവന്നാണ് ഈ ഉടുപ്പ്. ഓക്കെ, പായസം റെഡിയായി. ഇക്കൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും വന്നിട്ടുണ്ട്. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കുറച്ചേരായി വെയിറ്റ് ചെയ്യുന്ന അവളിങ്ങനെ കേൾക്കുന്നില്ലേ. ശരിക്കും ഈ ഒരു ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയി പോയിട്ടോ. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോൾ ഈ ഗിഫ്റ്റ് വാങ്ങിയ കാര്യം തന്നെ. ഇപ്പോൾ ഗിഫ്റ്റ് എടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് ഗിഫ്റ്റ് വാങ്ങിച്ച കാര്യം തന്നെ അറിയുന്നത് എല്ലാവരും. നമ്മളിന്ന് അന്നൂന് കിട്ടിയ സമ്മാനൊക്കെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പറഞ്ഞോ. നമ്മുടെ ബർത്ത്ഡേ കാർഡ്. വാവ്, അടിപൊളി. വാവ്, അടിപൊളി. ആ, സഞ്ജന
ആടി സുജിത്തില്ലേ മൂത്തടുത്തത് എല്ലാരും. ഇത് ആർക്കെങ്കിലും ആണെങ്കിൽ DM ചെയ്യ. ഓക്കെ ചിറ്റക്ക് തരുമോ ക്യൂടെക്സ്? 3 ചെറിയ ഐശു അവിടെ ഇരിക്കേണ്ടതാണ്. അങ്ങനെ വൃത്തിയാണ് 2 പേർക്കും. ഐശു ഇങ്ങോട്ട് നോക്ക്. ബർത്ത്ഡേക്ക് 2-3 ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർ ഇന്നാണ്, പിറ്റേ ദിവസമാണ് ഒക്കെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തത് അവൾക്ക്. ഇതൊക്കെ 2 ബ്രദേഴ്സാണ് ഉള്ളത് കേട്ടോ. അവരുടെ വകയുള്ള ഗിഫ്റ്റുകളാണ് ഇതിനെല്ലാം. അങ്ങനെ ബർത്ത്ഡേ കഴിഞ്ഞു, ഗിഫ്റ്റ് തുറന്നു, കേക്ക് മുറിച്ചു. നിൻ്റെ കുട്ടിയൊക്കെ സുഖമായിട്ട് ഉറങ്ങാൻ തുടങ്ങി.